ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ല, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശരിക്കും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ സുബിൻ, 22 വയസ്സ്, പൂക്കിയാവണം എന്ന എൻ്റെ ലക്ഷ്യം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ആക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത് തന്നെ. അതിൻ്റെ പേടിയും എനിക്കുണ്ട്. ഇനി എങ്ങാനും എൻ്റെ വീഡിയോ ആരെങ്കിലും എടുത്താലോ എന്ന് പേടിച്ച് ഞാൻ തന്നെ ആദ്യമേ വീഡിയോ അങ്ങ് എടുത്തു. എനിക്ക് അടുത്തിരുന്ന അപ്പാപ്പനും എത്ര ഒട്ടും പിടിച്ചില്ല കേട്ടോ. ശരിക്കും ഞാനിവിടെ വഴിതെറ്റി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? അല്ല, എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ടാണ് ഞാനിവിടെ വന്നത്. ചൂട് വളരെ കുറവായിരുന്നു ഒന്ന്, പക്ഷേ ഞാൻ വേർക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ പിടിച്ച് നടക്കുന്നത് ആളുകൾ കണ്ടു, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വേർക്കാനും തുടങ്ങി. എടേ, സംഭവം അതൊന്നും അല്ലടേ. ഈ കടയുടെ പേര് ശ്രദ്ധിച്ചാ? സൈക്കിളിന് 2 വീലല്ലേ ഉള്ളൂ, പിന്നെ അതിന് എസ്ത്രീ എന്ന് പേരിട്ടാ? എന്തേലും ആവട്ടെ. എന്തായാലും എന്തായാലും അങ്ങനെ എന്തോ കാര്യമേ പറയാൻ വന്നു, പക്ഷേ മറന്നുപോയി. ആവശ്യത്തിനും അനാവശ്യത്തിനും നല്ല തിരക്ക്, നല്ല ഭംഗിയുണ്ടായിരുന്നു. സമയം ഏകദേശം 5:30 കഴിഞ്ഞ്. സാഹിത്യത്തിൽ പറയുന്ന പോലെ പടിഞ്ഞാറിലെ തവിട്ട് സിന്ദൂരെ പോയില്ല സൂര്യൻ പോണു എന്ന് വെച്ചാൽ നേരം ഇരട്ടാൻ പോകുന്നു വന്ന്. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ നല്ല തിരക്കുണ്ട്. റോഡിൽ ഇപ്പോഴങ്ങനെ വീണ ഒറ്റ പൊടി പോലും കിട്ടത്തില്ല. സൗജന്യ ബസ്സിലെ യാത്രാനുഭവം എങ്ങനെയുണ്ടെന്ന് വഴി കാണുന്ന സ്ത്രീകളോട് ചോദിക്കാൻ വിചാരിച്ചാൽ പോയ, പക്ഷേ എൻ്റെ ചമ്മനത് സമ്മതിച്ചില്ല. ഇത്രയും തിരക്കുള്ള റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന പമ്പിൽ ഒറ്റ വണ്ടി പോലും കയറില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പക്ഷേ ഞാൻ വിശ്വസിക്കും, കാരണം ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ അത്. ബസ്സിരുന്ന് കുട്ടി എന്നൊക്കെ ചിരിച്ചായിരുന്നു, പക്ഷേ ഞാൻ നോക്കി ചിരിച്ചില്ല. ജാടായതുകൊണ്ടൊന്നുമല്ല, വെറുതെ എന്തിനാ ഇലക്ക് വീഴ അവസരം കൊടുത്ത് മുള്ളടിക്കാൻ നോക്കുന്നു. അല്ല പിന്നെ ഓയനെ നിൽക്കണ പൂവിൻ്റെ പടം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ചേട്ടൻ എൻ്റെ ക്യാമറ പെട്ടത്. പുള്ളി ക്യാമറ പതിഞ്ഞല്ലോ എന്ന് ഓർത്ത് പതുക്കെ സൈഡ് മാറും. ഞാൻ പിന്നെ ആ സ്കീം അവിടെ വിടുകയും ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലായിരുന്നു ഇത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, പക്ഷേ എത്രത്തോളം നിങ്ങൾക്കിടയിൽ ഞാൻ പ്രാപ്തനാകുമെന്ന് എനിക്കറിയത്തില്ല. സോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.